നമ്മുടെ രാജ്യത്ത് ദേശീയ പതാക ഉയർത്താൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ചില ഇടങ്ങളുണ്ട്. അതിലൊന്ന് ലാൽ ചൗക്കാണ്. അതായത് ജമ്മു കാശ്മീരിൽ ഭീകരവാദികളുടെ, വിഘടനവാദികളുടെ, തീവ്രവാദികളുടെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലാൽ ചൗക്ക്. അവിടുത്തെ ക്ലോക്ക് ടവറുകളെല്ലാം തന്നെ ആഗസ്റ്റ് 15-നും ജനുവരി 26-നുമൊക്കെ ത്രിവർണ്ണ നിറത്താൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ആസാമിൽ ഇതുപോലെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ദ്രിബുഗഡ്. ഈ ദ്രിബുഗഡ് മിക്കവാറുമൊക്കെ മാധ്യമങ്ങളുടെ പ്രേക്ഷകർക്ക് പരിചിതമായ ഒരിടം കൂടിയാണ്. ഉൾഫ, അതായത് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഫോർ അസാം, അതായത് വിഘടനവാദികൾ, അസാമിൽ ഉള്ള വിഘടന ഭീകരവാദികളാണ് ഉൾഫ. അനവധി സൈനികരെയും ഒപ്പം തന്നെ സാധാരണ ജനങ്ങളെയും ഒക്കെ കൊലപ്പെടുത്തുന്ന ഒരു കൊടും ഭീകര സംഘടന തന്നെയാണ്. അവരുടെ തട്ടകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ദ്രിബുഗഡ്. അഫ്സ നിലനിൽക്കുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ദ്രിബുഗഡ്. അതായത് പ്രശ്നബാധിതമായ 4 ജില്ലകളാണ് ആസാമിലുള്ളത്. അതിലൊരു ജില്ലയാണ് ദ്രിബുഗഡ് എന്ന് പറയുന്നത്. ഈ ദ്രിബുഗഡിൽ ദേശീയ പതാക ഇന്ന് വരെ ഉയർത്താൻ ഈ ഉൾഫ അനുവദിച്ചിരുന്നില്ല. ഇത്തവണ അത് ഹിമന്ത ബിശ്വ ശർമ്മ ഉയർത്തുകയും ചെയ്തിരുന്നു. ഇത് ഉയർത്തും എന്ന് കണ്ടതുകൊണ്ട് തന്നെ ഉൾഫ ഇവിടെ ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ ഈ ബന്ദിനെയൊക്കെ പൊളിച്ചുകൊണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ എത്തുകയും ദേശീയ പതാക ഉയർത്തുകയും ചെയ്തിരുന്നു. കാരണം ഇതിനുള്ള നീക്കം സർക്കാർ 1 മാസം മുൻപേ തുടങ്ങിയിരുന്നു. CRPF-നെ വിന്യസിക്കുക മാത്രമല്ല 400 ഉദ്യോഗസ്ഥന്മാരെ അവിടെ നിയമിച്ചുകൊണ്ടായിരുന്നു ഇതിനുള്ള മുന്നൊരുക്കം നടത്തിയത്. അവിടെ എത്തിയ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത് ദേശീയ പതാക ഉയർത്തുക മാത്രമല്ല 2027 ആസാമിൻ്റെ 2ാമത്തെ തലസ്ഥാനമായി ദ്രിബുഗഡ് മാറുകയാണ്. അതിനുള്ള ഈ നിയമസഭാ കോംപ്ലക്സിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ വർഷവും ഇനി മുതൽ ഒരു നിയമസഭാ സമ്മേളനം ദ്രിബുഗഡിൽ ഉണ്ടാകും. അതായത് ആസാമിനെ ഗുവാഹത്തി കൂടാതെ തന്നെ മറ്റ് ഒരു തലസ്ഥാനം കൂടി ദ്രിബുഗഡിലേക്ക് ഒരുങ്ങുന്നു. അതായത് ഭീകരരുടെ കേന്ദ്രത്തിൽ പതാക ഉയർത്തുക മാത്രമല്ല അവിടെ ആസാമിൻ്റെ തലസ്ഥാനം കൂടി കൊണ്ടുവച്ചുകൊണ്ട് എല്ലാ ദിവസവും ദേശീയ പതാക പാറിക്കളിക്കുന്ന ഒരു കെട്ടിടവും ഒപ്പം തന്നെ ജനപ്രതിനിധികളുടെ ഈ നിയമസഭാ സമ്മേളനമൊക്കെ അവിടെ എത്തുമ്പോൾ ആ നാടിന് ഒരു വികസനമുണ്ടാകും. ഉൾഫ പോലെയുള്ള ഭീകര സംഘടനകൾക്ക്, ഭീകരവാദികൾക്ക് വലിയൊരു താക്കീതും തിരിച്ചടിയുമാണ്. കാരണം അവരുടെ ബന്ദിന് വലിയ റെസ്പോൺസ് കിട്ടിയില്ല എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത്. കാരണം വളരെ കാലമായി കലാപകലുഷിതമായ അക്രമാസക്തമായ ഈ ഉൾഫകൾക്ക് ഒരു വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നതെന്നൊരു വിലയിരുത്തലുമുണ്ട്. ഏതായാലും ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു വലിയ നീക്കം രാജ്യത്തിൻ്റെ കയ്യടി നേടിയിരിക്കുന്നു. ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായ ഒരു സ്ഥലം ദ്രിബുഗഡായിരുന്നു. ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ മുഖ്യമന്ത്രി ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മയുമായിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.